ഗുജറാത്തി പെൺകുടിയോ? ഗുജറാത്തി അല്ല, രാജസ്ഥാനി അല്ല ഞാൻ കാശ്മീരി. കാശ്മീരിലെ ചന്ദ്രലേഖ. ചന്ദ്രലേഖയാണ് ചന്ദ്രലേഖയാണോ? കയ്യിലെ ചന്ദ്രലേഖയുടെ അതൊരു കത്താണ്. കിട്ടിയ കത്താണോ ഇത്? ഞാൻ ഈ ബ്രേക്കിന് വീട്ടിൽ പോയപ്പോ ആ. പുറത്ത് മഴയൊക്കെ കൊണ്ട് നനഞ്ഞെടുക്കണ ഒരു കത്ത് കണ്ടു. ഓ, ഇപ്പത്തെ കാലത്ത് ആരും കത്തയക്കാറില്ലല്ലോ, എല്ലാം ഫോണിൽ കൂടെ അല്ലേ? അതാ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത. ആണല്ലേ? അപ്പൊ അച്ഛൻ അത് ആദ്യം വായിച്ചു നോക്കിയത്. അച്ഛൻ എന്നിട്ട് വായിച്ചു നോക്കിയപ്പോ ദേ നിനക്കുള്ള കത്താന്ന് പറയുമ്പോ എനിക്കാരാ കത്ത് എഴുതാൻ? അപ്പോഴാ മനസ്സിലായത് ടോപ്പ് സിംഗറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷകൻ. വായിച്ചേ, എന്ത് വായിക്കാൻ പറ്റില്ലേ? അല്ല, മലയാളം വായിക്കാൻ അറിയാം, പക്ഷെ എന്നാലും ഇത് ഇങ്ങനെ അല്ല അഡ്ജസ്റ്റ്മെന്റിൽ എഴുതിയിരിക്കണം. അഡ്ജസ്റ്റ്മെന്റിലാണോ? ചില വാക്കുകൾ ഒരു സൈഡിൽ അഡ്രസ് മീനുട്ടിക്ക് എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും അറിയുന്ന ആളല്ലേ? ഇതിന് പകുതി അക്ഷരങ്ങളില്ല, മഴ പെയ്ത് പക്ഷെ ഞാൻ കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കാം. അമൃതവേണി ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ബ്രാൻഡിംഗ് ഒക്കെ ഉണ്ട്. അമൃതവേണി ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 മത്സരാർത്ഥി അനുഷ്ക മോൾ വായിച്ചറിയുവാൻ വേണ്ടി ടോപ്പ് സിംഗറിന്റെ സ്ഥിരം പ്രേക്ഷകനായ എന്റെ പേര് ഗിരീഷ് എഴുതുന്നു. ഗിരീഷ് ചേട്ടനാണ് ഈ കത്തയച്ചിരിക്കുന്നത്. അനുഷ്ക മോളുടെ അമൃതവേണി ടോപ്പ് സിംഗറിലെ എല്ലാ പെർഫോമൻസുകളും വളരെ നന്നായി വരുന്നുണ്ട് കേട്ടോ. നന്ദി അഭിനന്ദനങ്ങൾ. മോള് ഇത് ഫ്ലോറൽ ഇതുവരെ എന്നായിരിക്കും. ഇതുവരെ ഫ്ലോറൽ പാടിയ ഇന്ദ്രനീലിമയോലും മാനത്തെ വെള്ളിത്തേരിൽ ഇവള് പാടിയ മാനത്തെ വെള്ളിത്തേരിൽ പൂരം കാണാൻ പോകും, കണ്ണാടിക്കൈയിൽ കല്യാണം കണ്ടു, കാർ മുകിലിൻ പിടഞ്ഞുണരും, കാതോട് കാതോരം എന്നീ എല്ലാ മോള് പാടിയ ഈ പാട്ടുകൾ പ്രേക്ഷകർ നീ കാണാതെ പഠിച്ചിട്ടുണ്ടോ? പ്രേക്ഷകർ നെഞ്ചിലേറ്റ് കഴിഞ്ഞു. സന്തോഷം. മോള് ഒന്ന് ഇതെന്താടാ പരിചയപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. മോളെ ഒന്ന് പരിചയപ്പെടാൻ അറിയും കേട്ടോ. മോളെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. എന്തായാലും മോള് സീസൺ 6 അവസാനത്തെ എപ്പിസോഡ് വരെ ഉണ്ടാവണം, അവസാനത്തെ ഫിനാലെ വരെ ഉണ്ടാവണം എന്നതിൽ സംശയമൊന്നുമില്ല കേട്ടോ. മോളും ഒരുപാട് നന്ദി മാത്രം ഞാൻ തോന്നുന്നു, അറിയത്തില്ല, ഞാൻ കൂട്ടിച്ചേർത്തതാ. മോളും ഒരുപാട് നന്ദി മാത്രം എഴുതി ഞാൻ എന്റെ ഈ എളിയ കത്ത് അവസാനിപ്പിക്കുന്നു. തൃശ്ശൂരിൽ നിന്നാന്ന് തോന്നുന്നു, തൃശ്ശൂരിൽ നിന്നായി കത്ത് എഴുതി ഞാൻ എന്റെ ഈ എളിയ കത്ത് എഴുതുന്നു എന്ന് ടോപ്പ് സിംഗർ സീസണിന്റെ ഒരു നിരന്തരം പ്രേക്ഷകൻ ഗിരീഷ് ചേട്ടൻ. പിന്നെ നമ്പർ ഉണ്ട്. ഞാൻ പറയട്ടെ, ഗിരീഷിനോട് പറയട്ടെ. ഹായ് ഗിരീഷ്, ടോപ്പ് സിംഗറിന്റെ എളിയ പ്രേക്ഷകനാണ്. നിരന്തരമായി ടോപ്പ് സിംഗർ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. നമ്മുടെ അനുഷ്കനെ ഇങ്ങനെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതിന് നമ്മുടെ ഭാഗത്തു നിന്നുള്ള നന്ദി ഇതാ അറിയിക്കുകയാണ്. അത് മാത്രല്ല, വേറൊരു കാര്യം ശ്രദ്ധിക്കണ്ടേ, അനുഷ്ക ടോപ്പ് സിംഗർ എന്ന് എഴുതി കത്ത് അങ്ങനെ അഡ്രസ്സിൽ കൊടുത്തിരിക്കുന്നേ. അങ്ങനെ അയച്ചിട്ട് ആ കത്ത് വന്നു. അത്ര ഫെമിലിയർ ആയിട്ടുള്ള അതൊരു സൂപ്പർ സംഭവമാണ് കേട്ടോ. ആ നമ്പറിൽ ഞാൻ അങ്ങളെ വിളിച്ചിരുന്നു. അപ്പോ എന്നും രാവിലെ എഴുന്നേറ്റ് അച്ഛനെ വിളിക്കും. എന്നിട്ട് പാട്ട് എന്തായി, പഠിച്ചു കഴിഞ്ഞോ, നന്നായി പാടാൻ പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആശംസകൾ പറയാറുണ്ട്. അപ്പൊ അങ്കിളിന് ഭയങ്കര സന്തോഷമാണ് വിളിക്കുമ്പോ.